ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗൂഗിൾ പേക്കകത്ത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അക്കൗണ്ട് ആഡ് ആവുന്നില്ല, സെർവർ ഇഷ്യൂ കാണിക്കുകയാണെന്നുള്ളത്. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഇപ്പോൾ ഈ പ്രശ്നം മെയിനായിട്ട് വരുന്നത് ഒന്നുകിൽ നമ്മുടെ ഗൂഗിൾ പേന്റെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിന്റെ ഭാഗത്തു നിന്നായിരിക്കാം. ഗൂഗിൾ പേന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളതെങ്കിൽ അത് 24 മണിക്കൂർ കൊണ്ട് അത് മാറേണ്ടതാണ്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ പ്രശ്നം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ എടുത്തിട്ട് നമുക്ക് ഗൂഗിൾ പേ അപ്ഡേറ്റഡ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും. ഇനി അപ്ഡേറ്റ് ചെയ്തിട്ടും ഈ പ്രശ്നം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഗൂഗിൾ പേ എടുത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സെർവർ ഇഷ്യൂ വീണ്ടും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് നമ്മുടെ ഗൂഗിൾ പേന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രശ്നമല്ല, പകരം നമ്മുടെ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രശ്നമാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് മൈനറിലായിരിക്കും വന്ന് നടക്കുന്നുണ്ടാവുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് മൈനറിലായിരിക്കും വന്ന് നടക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം മൈനർ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, UPI പേയ്മെന്റ്സിനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നമ്മുടെ UPI പേയ്മെന്റ്സ് ആപ്ലിക്കേഷൻസിൽ, ഗൂഗിൾ പേ പോലെയുള്ള UPI പേയ്മെന്റ്സ് ആപ്ലിക്കേഷൻസിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സെർവർ ഇഷ്യൂ ആയിരിക്കും കാണിക്കുക. ഗൂഗിൾ പേയിലാണെന്നുണ്ടെങ്കിൽ സെർവർ ഇഷ്യൂ ആയിരിക്കും കാണിക്കുക. പേടിഎമ്മിലാണെന്നുണ്ടെങ്കിൽ അണേബിൾ ടു ഫൈൻഡ് യുവർ അക്കൗണ്ട് എന്നായിരിക്കും കാണിക്കുക. ഇനി വാട്സാപ്പിലാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കുഡിൻ ബി ആഡർ എന്നായിരിക്കും കാണിക്കുക. ഫോൺ പേയിൽ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഗൂഗിൾ പേയിൽ എന്തായാലും അങ്ങനെയുള്ള മൈനറായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സെർവർ ഇഷ്യൂ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ മൈനറാണ്, നിങ്ങൾ 18 താഴെയാണെന്നുണ്ടെങ്കിൽ, ഒരു 16 അല്ലെങ്കിൽ 17 ആ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 18 വയസ്സാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, 18 വയസ്സായി നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് മേജറിലേക്ക് ആയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗൂഗിൾ പേയിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി 18 വയസ്സിന് താഴെ തന്നെ നിങ്ങൾക്ക് UPI പേയ്മെന്റ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 4-5 ഒരു 4 മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു UPI പേയ്മെന്റ് ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങൾ ജസ്റ്റ് കാണി. ഞാൻ ആ വീഡിയോന്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം. ഓക്കെ, ഐ കാർഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ 18 വയസ്സാവുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. 18 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പിയും നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ തന്നെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണുമായിട്ട് നിങ്ങളുടെ ബാങ്ക് വിസിറ്റ് ചെയ്യാം. എന്നിട്ട് KYC പ്രൊസീജിയർ ചെയ്യാനാണെന്ന് പറയാം. എന്ത് ചെയ്യാനാണെന്ന് പറയാം, KYC പ്രൊസീജിയർ. അപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു ഫോമും അതിൻ്റെ ഒപ്പം ഒരു സ്ലിപ്പും തരും. ആ ഫോമിനകത്ത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും നിങ്ങളുടെ പേരും അഡ്രസ്സും അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതേപോലെ തന്നെ ആ സ്ലിപ്പിലും നിങ്ങളുടെ പേരും അഡ്രസ്സും അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. എൻ്റെ ആ സ്ലിപ്പിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കോളം ഉണ്ടാവും. ആ കോളത്തിനകത്ത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ പതിപ്പിക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ആ ഫോമും ആ സ്ലിപ്പും അവർക്ക് കൊണ്ട് കൊടുക്കുക. അപ്പോൾ അവർ നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണിലേക്ക് ഒരു OTP അയക്കും. ആ OTP നിങ്ങൾ നല്ല രീതിയിൽ തെറ്റാതെ തന്നെ പറഞ്ഞു കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ KYC പ്രൊസീജിയർ കംപ്ലീറ്റ് ആകും. ഇനി ഒരു 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ KYC പ്രൊസീജിയർ സക്സസ്ഫുൾ ആകും, വെരിഫൈ ആകും. വെരിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും, ഇങ്ങനെ KYC പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി എന്നും പറഞ്ഞിട്ട്. ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റുള്ള UPI പേയ്മെന്റ്സ് ആപ്ലിക്കേഷൻസിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ ഇതാണ് ഇതിന് പിന്നിലെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.